ടീമിൽ സ്ഥാനമില്ല, പക്ഷേ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ചർച്ചയാകുന്നത് സർഫറാസ് ഖാനാണ്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ വീണ്ടും ഇടം ലഭിക്കാതിരുന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സർഫറാസ് പങ്കുവച്ച ഒരു രഹസ്യ സന്ദേശമാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഐ മേ നോട്ട് ഫിറ്റ് ഇൻ, ബട്ട് ഐ വിൽ ഫൈറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ, ഞാൻ ഈ സംവിധാനത്തിൽ ഒത്തുചേരുന്ന ആളായിരിക്കില്ല, പക്ഷേ ഞാൻ പോരാട്ടം തുടരും. ഈ ഒരു വരി ആരാധകരിലും ക്രിക്കറ്റ് ലോകത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ച താരമാണ് സർഫറാസ് ഖാൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ വർഷങ്ങളായി അസാധാരണ പ്രകടനം നടത്തിയ താരം. രഞ്ജി ട്രോഫിയിൽ നിരന്തരം റൺമഴ പെയ്ച്ചിട്ടും ദേശീയ ടീമിൽ സ്ഥിരമായ അവസരം ലഭിച്ചിട്ടില്ല. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ക്രിപ്റ്റിക് പോസ്റ്റ്. സർഫറാസ് നേരിട്ട് ആരെയും വിമർശിച്ചിട്ടില്ല, BCCIയോ സെലക്ടർമാരെയോ പരാമർശിച്ചിട്ടില്ല. എന്നാൽ ഈ പോസ്റ്റ് അദ്ദേഹത്തിന്റെ നിരാശ വ്യക്തമാക്കുന്നതാണെന്ന് ആരാധകരുടെ വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകർ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ഇത്രയും റൺസ് നേടിയിട്ടും വീണ്ടും അവസരം കിട്ടുന്നില്ല, എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കണം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് കൂടുതലും. അതേസമയം മറ്റൊരു വിഭാഗം പറയുന്നത് ഇന്ത്യൻ ടീമിലെ മത്സരം അത്രയും കടുത്തതാണ് എന്നതാണ്. മധ്യനിരയിൽ നിരവധി താരങ്ങൾ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അതിനാൽ മികച്ച പ്രകടനം മാത്രം മതിയാകില്ല, ടീമിന്റെ കോമ്പിനേഷനും നിർണായകമാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ ഇപ്പോൾ ശ്രീലങ്കയിൽ നിർണായക ടെസ്റ്റ് പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റുകൾ കണക്കിലെടുത്ത് ഈ പരമ്പരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ പരിചയസമ്പന്നരെയും നിലവിലെ പദ്ധതികളിൽ ഉൾപ്പെട്ട താരങ്ങളെയും ആശ്രയിച്ചാണ് സെലക്ഷൻ നടന്നതെന്നാണ് വിലയിരുത്തൽ. പക്ഷേ സർഫറാസിന്റെ കാര്യത്തിൽ ചോദ്യം അതേപടി തുടരുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ വർഷങ്ങളെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടർച്ചയായ അവസരം ലഭിക്കാത്തത്? ഒരു കാലത്ത് ഫിറ്റ്നസിനെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിലും അദ്ദേഹം മാറ്റം വരുത്തി, ബാറ്റിംഗിലും സ്ഥിരത പുലർത്തി. എന്നിട്ടും വീണ്ടും പുറത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് ഇത്രയും ചർച്ചയാകുന്നത്. ക്രിക്കറ്റിൽ ചിലപ്പോൾ കണക്കുകൾ മാത്രം മതിയാകില്ല, ടീമിന്റെ ആവശ്യങ്ങൾ, സാഹചര്യങ്ങൾ, ഭാവി പദ്ധതികൾ ഇതെല്ലാം സെലക്ഷനിൽ സ്വാധീനം ചെലുത്തും. എന്നാൽ തുടർച്ചയായി പുറത്താകുന്ന ഒരു താരത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? വർഷങ്ങൾ പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും അവസരം നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായും നിരാശ ഉണ്ടാകും. എന്നാൽ സർഫറാസിന്റെ പോസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. ബട്ട് ഐ വിൽ ഫൈറ്റ്. ഞാൻ പോരാട്ടം തുടരും. അത് തോൽവിയുടെ സന്ദേശമല്ല, പ്രതീക്ഷ കൈവിടാത്ത ഒരാളുടെ സന്ദേശമാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരെയും ആവേശത്തിലാക്കുന്നത്.